അന്ന് അതിനെ ഭയങ്കര ശക്തിയായി എതിർക്കുകയും ഇന്ന് അവരുടെ നേട്ടമായി കൊട്ടിഘോഷിക്കുകയും ചെയ്യാണ്. നമുക്കതിൽ വിരോധമില്ല. കാരണം അങ്ങനെയാണ് കേരളത്തിൽ പല സംരംഭങ്ങളും നടന്നിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചി എയർപോർട്ട് കേരളത്തിലൊരു വലിയ പരീക്ഷണമായിരുന്നു. സിയാൽ മോഡൽ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കെ കരുണാകരൻ്റെ കാലത്ത് അത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നെഞ്ചത്തൂടി മാത്രമേ വിമാനം ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അന്ന്. പക്ഷെ അതിനെ അതിജീവിച്ച് അതിനെ മറികടന്നാണ് ആ കൊച്ചിൻ പോർട്ട് ഉണ്ടായത്. അതുപോലെ കേരളത്തിൽ ഇൻഫോ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ, നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കമ്പ്യൂട്ടർ കൊണ്ടുവന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഇനി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്രെഡിറ്റൊക്കെ എടുത്തോട്ടെ. ഇപ്പോൾ അവർ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു, ഉദ്ഘാടന സമയത്ത് അവരാണ് അധികാരത്തിലിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ, ഞങ്ങളിത് പൂർത്തിയാക്കിയാണ് എന്ന് അവർ പറഞ്ഞോട്ടെ. എനിക്ക് അതിലൊന്നും ഒരു വിരോധമില്ല. പക്ഷേ തുടങ്ങിയ കാലത്ത് ഇത് തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചവർ അനുഭവിച്ചിരുന്ന വ്യതകൾ, വേദനകൾ, അവർ നേരിട്ട ആക്രമണങ്ങൾ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണങ്ങൾ, ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുത്തത്. അപ്പം നമ്മൾ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ, ഒരു വലിയ സംരംഭത്തിന്, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രതീകമായി മാറേണ്ട ഒരു മഹാസംരംഭത്തിന് ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റും തുടക്കം കുറിച്ചപ്പോൾ അവരനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, എക്സ്പ്രസ് ഹൈവേ ഇന്നിപ്പോൾ പറയുകയാണ് നാഷണൽ ഹൈവേ കേരളത്തിൽ വരുന്നു, വലിയ സംഭവമാണ്. ശരിയാണ്, നല്ല സംഭവമാണ്, നാഷണൽ ഹൈവേ വേണം. പക്ഷേ എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി UDF ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ പറഞ്ഞു, ഇത് കേരളത്തിനെ രണ്ടാക്കി തിരിക്കും, അപ്പുറത്തുള്ള പശുവിനെ ഇപ്പുറത്ത് കൊണ്ട് കെട്ടാൻ പറ്റില്ല, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന്. അന്ന് അതിന് തടസ്സവാദങ്ങൾ ഒരുപാട് ഉന്നയിക്കപ്പെട്ടു. നമുക്ക് ആ ഹൈവേ അത്യാവശ്യമല്ലേ, കേരളത്തിലൊരു സ്പീഡ് റോഡ് നമുക്ക് എന്തായാലും വേണ്ടേ, നമുക്ക് വേണം. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു, അന്ന് ആ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള കൺസെപ്റ്റിനെ എല്ലാവരും ചേർന്ന് അത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ചിലവായതിൻ്റെ 10-1 തുക അന്ന് ചിലവായില്ലായിരുന്നു. കേരളം ടെലിവിഷനിൽ പുറകിൽ സഞ്ചരിക്കുന്നുവെന്ന് അല്ല, തീർച്ചയായിട്ടും കാണുമല്ലോ. ഞാൻ യാത്രയിലാണ് എങ്കിലും ഞാൻ പരമാവധി കാണാൻ ശ്രമിക്കും. കമ്മീഷനിങ്ങിന്റെ അന്ന് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും, സെപ്റ്റംബറിൽ നേരത്തെ ക്ഷണിച്ചിരുന്നു. മറ്റൊരു നേതാവ് ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ തവണ ക്രെയിൻ കൊണ്ടുവരുന്ന ഷിപ്പിന് സ്വാഗതം കൊടുക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് വിമർശനാത്മകമായിട്ടാണ് സമീപിച്ചത് എന്നൊരു നേതാവ് പറഞ്ഞിരുന്നു. അല്ല, അന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് ഒരു ക്രൗഡ് എന്ന് പറയുന്നത് CPM ഒരു പാർട്ടി എന്ന നിലയിൽ കൊണ്ടുവന്ന ക്രൗഡായിരുന്നു. അവിടുത്തെ മെജോറിറ്റി ആളുകൾ എല്ലാ സ്ഥലത്തും കൊണ്ട് CPM പ്രവർത്തകരായിരുന്നു കൊണ്ടുവന്നത്. ഞാനൊരു വിമർശനാത്മകമായി അവിടെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ നിരവധി പ്രാവശ്യം ഞാൻ സംസാരിച്ചതിൻ്റെ ഇടയിൽ ആ ഒരു മെജോറിറ്റി, ഒരു 80% വരുന്ന ഒരു CPM പ്രവർത്തകർ ഇറങ്ങിയ ഒരു ക്രൗഡ് 3-4 പ്രാവശ്യം കൈയടിക്കുകയുണ്ടായി. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി, എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സ്വകാര്യം പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ട് ആളുകളെ കൊണ്ടുവരികയും താങ്കൾ കയ്യടി മേടിക്കുകയും ചെയ്തെന്ന് ചിരിച്ചുകൊണ്ട്, തമാശയായിട്ടാണ്, പരിഭവമായിട്ടല്ല അന്ന് പറഞ്ഞു. ഞാനങ്ങനെ സർക്കാരിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ പ്രസംഗമൊക്കെ ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാനങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. നല്ല സംരംഭങ്ങൾ നടക്കുന്ന സമയത്ത് പോയിട്ടൊരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഞാനിപ്പോൾ അവിടെ ഇല്ല, എന്നെ ക്ഷണിച്ചില്ല എന്നതൊക്കെ വേറെ കാര്യം. ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി കേരളത്തിലൊരു വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നൊരു പദ്ധതിയായിട്ട് കാണുന്നത്. ഞാൻ UDFൻ്റെ ചെയർമാൻ കൂടിയാണ്. ഞങ്ങൾ UDFിലെ 14 ജില്ലകളിലോടും പറഞ്ഞിരിക്കുന്നത്, ഇന്നൊരു ആഹ്ലാദ ദിവസമായി നിങ്ങൾ ആഘോഷിക്കണം. ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഇതാരംഭിച്ച കെ കരുണാകരനെക്കുറിച്ച്, MV രാഘവനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ഇതിനുവേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുള്ള അച്യുതാനന്ദനും അതുപോലെ നായനാരും അടക്കമുള്ള, ചെയ്യാൻ പറ്റിയോ ഇല്ലെന്നല്ല, അവരൊക്കെ അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു, ഒരു തുടർച്ചയാണ്. അപ്പൊ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഒരുപാട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരിയാണ് അരുൺ. ഇത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിഷേധ ദിനമല്ല, കരിദിനമല്ല,
ബ്ലാക്ക് ഡേ അല്ല, ബഹിഷ്കരണമില്ല. ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. താങ്ക് യു.